US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത ഈ മണിക്കൂറിൽ പുറത്തുവരുന്നു. ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്ത് ഫെഡറൽ കോടതി. സിയാറ്റിലെ ഫെഡറൽ ജഡ്ജാണ് ഈ ഉത്തരവ് 14 ദിവസത്തേക്ക് സ്റ്റേ ചെയ്തത്. വിശദമായ വിവരങ്ങളുമായി മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്നുള്ളത്. മധു, ഗുഡ് ഈവനിങ്. അവിടെ ഗുഡ് ഈവനിങ് ആണല്ലോ. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ വരുത്തുന്ന ഒരു തീരുമാനത്തിലേക്ക് ഡൊണാൾഡ് ട്രംപ് ഭരണം ഏറ്റ ശേഷം ഉടൻ പോകുന്നു. പതിവില്ലാത്ത വിധം നിരവധി പേർ അതിനെ ചോദ്യം ചെയ്യുന്നു. ഇപ്പോൾ കോടതി ഇത് നഗ്നമായ ഭരണഘടനാ ലംഘനമാണെന്ന് പറയുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരം? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. പ്രജിൻ, ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഓർഡർ ഏറെ വിവാദമായിരുന്നു. ഈ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ഇപ്പോൾ ഒരു ഫെഡറൽ ജഡ്ജി പറഞ്ഞിരിക്കുകയാണ്. ട്രംപിന്റെ ഈ എക്സിക്യൂട്ടീവ് ഓർഡർ അത് തടയുവാൻ ഒരു താൽക്കാലിക നിരോധന ഉത്തരവ് ഫെഡറൽ ജഡ്ജി പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അടുത്ത 14 ദിവസത്തേക്ക് ഈ നയം നടപ്പാക്കുന്നത് നിർത്തിവെക്കുവാനുള്ള അടിയന്തര ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന വാഷിംഗ്ടൺ സ്റ്റേറ്റ് അറ്റോർണി ജനറൽ നിക് ബ്രൗണിന്റെയും അതുപോലെ മറ്റ് ഡെമോക്രാറ്റിക് പാർട്ടി നേതൃത്വം നൽകുന്ന 3 സംസ്ഥാനങ്ങളുടെയും അഭ്യർത്ഥന സിയാറ്റിൽ ഇരിക്കുന്ന ജഡ്ജി ജോൺ കഫ്നർ ആണ് അംഗീകരിച്ചത്. ഇദ്ദേഹത്തെ റൊണാൾഡ് റീഗന്റെ കാലത്ത് അപ്പോയിന്റ് ചെയ്ത ജഡ്ജിയാണെന്ന് ഓർക്കണം. ഇത് സംബന്ധിച്ച് ജഡ്ജി പറഞ്ഞത് 4 പതിറ്റാണ്ടിലേറെയായി താൻ ഈ ബെഞ്ചിലുണ്ട്. ഇത്ര വ്യക്തതയോടെ ചോദ്യങ്ങളുള്ള ഒരു കേസ് ഇതാദ്യമായിട്ടാണ് തന്റെ ബെഞ്ചിൽ വരുന്നത്. ഈ ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് ഭരണഘടനയുടെ 14ാം ഭേദഗതിയുടെ നഗ്നമായ ലംഘനമാണെന്ന് വാദിക്കുന്ന ഡെമോക്രാറ്റിക് നേതൃത്വത്തിലുള്ള സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഈ ഒരു താൽക്കാലിക നിരോധന ഉത്തരവ് തേടി ഫെഡറൽ കോടതികളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ജനിക്കുന്നത് ഈ ഉത്തരവിന്റെ പേരിൽ താൽക്കാലികമായി എങ്ങനെ നിർത്തിവെക്കുവാൻ പറ്റുമെന്നാണ് ഈ കേസ് സംബന്ധിച്ച് വാദിച്ച അറ്റോർണി ലെയ്ൻ പൊലോസള ഇന്ന് കോടതിയിൽ പറഞ്ഞത്. ക്രിസ്റ്റീന, അതുപോലെ ഇത് ഡൊണാൾഡ് ട്രംപിന് ഒരു തിരിച്ചടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരമൊരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ വെക്കുന്നത് വഴി ഡൊണാൾഡ് ട്രംപ് ഈ വിഷയം അമേരിക്കൻ ജനതയുടെ മുമ്പോട്ട് വെക്കുകയാണ്. കാരണം ഇത് ഒപ്പുവെക്കുന്ന ഡൊണാൾഡ് ട്രംപിനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർക്കും കൃത്യമായിട്ട് അറിയാം ഇത് ഫെഡറൽ കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടും. ഇത് ഭരണഘടനയിൽ അനുശാസിക്കുന്ന ഒരു തീരുമാനത്തിന് എതിരെയുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓർഡറാണ്. അതുകൊണ്ട് ഇതിന് ഒരുപാട് പടിപടികളായിട്ട് കടന്നു പോയിട്ട് ഈ നിയമം പ്രാബല്യത്തിൽ വരികയുള്ളൂ. കൃഷ്ണ, പ്രജിൻ.